നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. ഉമ്മൻ സർക്കാരിൻ്റെ വിശ്വവിഖ്യാത മദ്യനയമാണ് വാർത്താ മാധ്യമങ്ങളിൽ ആളിക്കത്തിയത്. ഓഗസ്റ്റ് 21 പ്രഖ്യാപിച്ച നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രായോഗികമായ ചില്ലറ മാറ്റങ്ങൾ വരുത്താൻ മുഖ്യമന്ത്രിയും മദ്യമന്ത്രിയും തയ്യാറായി. സുധീരൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ UDF നേതൃയോഗവും അതിന് പച്ചക്കൊടി കാട്ടി. അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ മന്ത്രിസഭാ യോഗത്തിൽ മുസ്ലിം ലീഗ് ഞമ്മ ഇതിന് കൂട്ടല്ല എന്ന് പതുക്കെ പറഞ്ഞു. അങ്ങനെ പുതിയ മദ്യനയം പാസ്സായി. അതിന് പ്രകാരം ഞായറാഴ്ചത്തെ ഡ്രൈ ഡേ ആചരണം വേണ്ടെന്ന് വെച്ചു. പൂട്ടിക്കിടക്കുന്ന 418 ബാറുകളിൽ ബിയർ വൈൻ പാർലറുകളായി മാറ്റാനും തീരുമാനിച്ചു. അതേസമയം അടച്ചുപൂട്ടിയ 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഇനി ഒരിക്കലും തുറക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. കൂടുതലായി ബാറുകാർക്ക് ഇതുവരെ ഉണ്ടായ നഷ്ടം നികത്താൻ 16 ഔട്ട്ലെറ്റുകൾ കൂടി പൂട്ടിക്കും എന്നും പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21 വിപ്ലവകരമായ മദ്യനയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ 1-ാം പേജിൽ ചന്ദ്രൻ മുതലാളി പേര് വച്ച് എഡിറ്റോറിയൽ എഴുതിയിരുന്നു. മദ്യനയത്തിൽ സർക്കാർ മലക്കം മറിഞ്ഞപ്പോൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ മുഖപ്രസംഗം എഴുതാൻ മാതൃഭൂമി കൂട്ടാക്കിയില്ല. മലയാള മനോരമയും ദീപികയും അതേ പാത തന്നെ പിന്തുടർന്നു. അമേരിക്ക ക്യൂബയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിനെക്കുറിച്ചാണ് 2 പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതിയത്. എന്നാൽ അത്തരമൊരു ആത്മവഞ്ചനയ്ക്ക് ജമായത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമം കൂട്ടാക്കിയില്ല. ഉമ്മൻ സർക്കാരിൻ്റെ മദ്യനയത്തെ കഠിനമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പാസാക്കി. സമ്പൂർണ്ണ മദ്യവൽക്കരണമാണ് സർക്കാരിൻ്റെ മുദ്രാവാക്യം എന്ന് പരിഹസിച്ചു. മാധ്യമത്തേക്കാൾ കഠിനമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചത് KPCC പ്രസിഡന്റും ആദർശത്തിൻ്റെ ഹെഡ് ഓഫീസുമായ VM സുധീരൻ ആയിരുന്നു. സർക്കാർ ബാഹ്യശക്തികൾക്ക് കീഴടങ്ങി മദ്യനയത്തിൽ മായം ചേർക്കുന്ന പക്ഷം ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് വെട്ടി തുറന്നു പറഞ്ഞു. പത്രങ്ങളൊക്കെ അത് ആഘോഷിച്ചു. മുഖ്യനും PCC പ്രസിഡന്റും തമ്മിൽ അടിമൂത്തു എന്ന് സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ ആർത്തു വിളിച്ചു. ഭീഷ്മാചാര്യരെ മലർത്തിയടിക്കാൻ ശിഖണ്ഡിയെ ഇറക്കിയ പോലെ സുധീരനെ നേരിടാൻ ഉമ്മൻജി മഹാത്മാ ഹസനെ രംഗത്തിറക്കി. സുധീരൻ്റെ പ്രസ്താവന തികഞ്ഞ അച്ചടക്ക ലംഘനമാണെന്ന് ഹസൻജി പ്രഖ്യാപിച്ചു. മദ്യനയത്തിലെ പ്രായോഗിക മാറ്റം ഗാന്ധിയൻ തത്വങ്ങൾക്കനുസരിച്ചാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും വ്യാഖ്യാനിച്ചു. അതിനു പിന്നാലെ ഉമ്മൻചാണ്ടി MLA മാരുടെ യോഗം വിളിച്ചു. A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി പുതുക്കിയ മദ്യനയത്തിൽ വിശ്വാസം രേഖപ്പെടുത്തി. ബാറുകാരിൽ നിന്ന് സംഭാവന വാങ്ങാൻ പ്രായോഗിക മാറ്റം അനിവാര്യമാണെന്നും VM സുധീരൻ്റെ അഭിപ്രായം അനുസരിച്ചാൽ പാർട്ടിയുടെ ഖജനാവ് പൂട്ടിപ്പോകുമെന്നും വിലയിരുത്തി. മഹാമദ്യവിരുദ്ധനും സുധീര ഭക്തനുമായ TN പ്രതാപൻ യോഗം ബഹിഷ്കരിച്ചു. മറ്റുള്ളവരൊക്കെ ഉമ്മനും മദ്യനയത്തിനും ജയ പാടി. എന്നാൽ വീരസുധീരൻ കുലുങ്ങിയില്ല. അധികാരമുള്ളതുകൊണ്ടാണ് ആൾ കൂടുന്നത് എന്നും എല്ലാവരും ഒപ്പമുണ്ടാവില്ല എന്ന് മുഖ്യന് മുന്നറിയിപ്പ് നൽകി. ക്ലിഫ് ഹൗസും സ്റ്റേറ്റ് കാറും ഇല്ലാതായാൽ മറിയാമ്മയും മക്കളുമല്ലാതെ ജിക്കുമോനും ഗൺമോനും പോലും ഉമ്മനൊപ്പം ഉണ്ടാവില്ല. സുധീരൻ്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തു. ഈ ലോകതത്വം KPCC പ്രസിഡന്റിനും തുല്യനിലയിൽ ബാധകമാണ് എന്ന് തിരിച്ചടിച്ചു. പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടാൽ സുധീറിനൊപ്പം TN പ്രതാപനോ ജോൺസൺ എബ്രഹാമോ പോലും ഉണ്ടായെന്ന് വരില്ല. KP അനിൽകുമാറിൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും കാര്യം പറയാനുമില്ല. സർക്കാരിൻ്റെ പരിഷ്കരിച്ച മദ്യനയത്തെ വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ സർവാത്മന പിന്താക്കി. VM സുധീരൻ വെറും 6-ാം കൂലിയാണെന്നും മുതലാളി കൂട്ടിച്ചേർത്തു. മദ്യനയം തിരുത്തി എന്ന് കേട്ടപ്പോൾ കത്തോലിക്ക മെത്രാന്മാർ എന്ത് നിലപാടെടുക്കും എന്നാണ് ജനം ചോദിച്ചത്. സത്യം പറഞ്ഞാൽ മദ്യനയത്തിൽ എന്ത് തിരുത്തലാണ് വരുത്തിയതെന്ന് മെത്രാൻ സമിതിക്ക് മനസ്സിലായില്ല. മദ്യനയത്തിലെ അവ്യക്തത നീക്കണം എന്ന് KCBC ആവശ്യപ്പെട്ടു. മെത്രാന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ഉമ്മൻജി നല്ലൊരു ലേഖനം തയ്യാറാക്കി പത്രം ഓഫീസുകളിലേക്ക് കൊടുത്തയച്ചു. മദ്യനയത്തിൽ വരുത്തിയ മാറ്റം അന്തിമമാണെന്നും ഇനി അതിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാളെയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായി ബിവറേജസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റും പൂട്ടിക്കും. ബാറുകാരുടെ ലാഭമാണ് സർക്കാരിൻ്റെ സന്തോഷം. ദീപിക അടക്കം സകല പത്രങ്ങളും മുഖ്യൻ്റെ ലേഖനം അതേപടി പ്രസിദ്ധീകരിച്ചു. ലേഖനം വായിച്ചതോടെ മെത്രാന്മാരുടെ കൺഫ്യൂഷൻ തീർന്നു. പുതുക്കിയ മദ്യനയത്തെ ഘട്ടം ഘട്ടമായി എതിർക്കാനും ആദ്യഘട്ടത്തിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിക്കാനും അവർ തീരുമാനിച്ചു. ക്രിസ്മസ് കഴിഞ്ഞ ശേഷം ഇടയലേഖനം എഴുതുന്ന കാര്യം ആലോചിക്കും. KCBCയുടെ ഈ തീരുമാനമറിഞ്ഞ് മന്ത്രി KC ജോസഫ് പൊട്ടിത്തെറിച്ചു. വൈദികരും മേൽപ്പട്ടക്കാരും ആദ്യം കൂടി നിർത്തട്ടെ, എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗ്ലാസ്സിലെ കോല് തിരയട്ടെ എന്ന് തിരിച്ചടിച്ചു. കത്തോലിക്ക അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും മദ്യവർജന നയം അറിയാവുന്നവരൊക്കെയും സാംസ്കാരിക മന്ത്രിയുടെ ഈ അധിക പ്രസംഗം കേട്ട് കൈയടിച്ചു. മന്ത്രി ജോസഫിനെ കത്തോലിക്ക തിരുസഭ അധികം വൈകാതെ മഹറോൻ ചൊല്ലും. മരിച്ചു കഴിഞ്ഞാൽ
തെമ്മാടി കുഴിയിലടക്കും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. മദ്യവർജനത്തിൻ്റെ ലഹരിയിൽ കത്തോലിക്കരും അകത്തോലിക്കരും ക്രിസ്മസ് ആഘോഷിച്ചു. വിധേയത്തിൽ പിതാവിനെ പോലെ മദ്യമുക്ത ക്രിസ്മസിന് ആലഞ്ചേരി പിതാവ് ആഹ്വാനം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ബാറുകളിലും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലും നല്ല തിരക്കായിരുന്നു. ഡിസംബർ 25 ക്രിസ്തുദേവൻ്റെ എന്ന പോലെ പാകിസ്ഥാൻ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെയും സാങ്കല്പിക ജന്മദിനമാണ്. ജിന്ന സാഹിബിൻ്റെ യഥാർത്ഥ ജന്മദിനം ഒക്ടോബർ 13 പിന്നീട് അദ്ദേഹം SSLC ബുക്ക് തിരുത്തി ഡിസംബർ 25 ആക്കിയെന്നുമാണ് ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള കുലംകുത്തികൾ പറയുന്നത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും ഹിന്ദു മഹാസഭാ നേതാവ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവീയയുടെയും ജന്മദിനം ഡിസംബർ 25 തന്നെയാണ്. ജന്മദിനം പ്രമാണിച്ച് രണ്ട് നേതാക്കൾക്കും ഭാരതരത്ന നൽകി ആദരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ഹിന്ദുത്വ സർക്കാർ തീരുമാനിച്ചു. സർക്കാരിൻ്റെ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടിയും സ്വാഗതം ചെയ്തു. 4 തവണ AICC പ്രസിഡന്റായ ആളാണ് മാളവ്യജി എന്ന കാര്യം പാർട്ടി വക്താക്കൾ ഓർമ്മിപ്പിച്ചു. നരേന്ദ്രമോദിയോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ സാത്വികനും മതേതര ചിന്താഗതിക്കാരനുമായിരുന്നു വാജ്പേയി എന്നൊരു കുത്തുവാക്കും പറഞ്ഞു. കോൺഗ്രസ് മുഖപത്രമായ മലയാള മനോരമ ഭാരതരത്ന പ്രഖ്യാപനത്തെ കലവറയില്ലാതെ പിന്തുണച്ചു. അനുകരണീയമായ ശൈലിയിൽ മുഖപ്രസംഗം അടിച്ചുവിട്ടു. എന്നാൽ ഭാരതരത്നത്തെ കാവി പൂശിയത് ജമായത്തെ ഇസ്ലാമിക്കാർക്ക് സഹിച്ചില്ല. മാളവ്യയും വാജ്പേയിയും യോഗ്യന്മാർ തന്നെയാണ്. പക്ഷേ മോഡി സർക്കാർ ഭാരതരത്നം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്ന് മാധ്യമം എഡിറ്റോറിയൽ എഴുതി. അടൽജിയുടെ 90ാം ജന്മദിനം കേന്ദ്ര സർക്കാർ സൽഭരണ ദിനമായി പ്രഖ്യാപിച്ചു. ഗുജറാത്ത് സർക്കാർ മനോരമയിലും മാതൃഭൂമിയിലും പരസ്യവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ പാർട്ടി മുഖപത്രമായ ജന്മഭൂമിക്ക് ഈ പരസ്യം കൊടുത്തില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദ് ബെൻ പട്ടേലിൻ്റെ ജന്മദിനം RSSകാർ ഇനി ദുർഭരണ ദിനമായി ആചരിക്കാനും സാധ്യതയുണ്ട്. ക്രിസ്മസിനും സൽഭരണ ദിനത്തിനും പിന്നാലെ നവവത്സര ദിനവും ശിവഗിരി തീർത്ഥാടനവും വരുന്നുണ്ട്. ശിവഗിരിയിലേക്ക് ഇക്കുറി രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷിബു ബേബി ജോൺ, ഡോക്ടർ MK മുനീർ, ഡോക്ടർ തോമസ് ഐസക്, ക്ലിമ്മീസ് കർദിനാൾ, MA യൂസഫ് അലി എന്നു വേണ്ട സൂര്യനെല്ലി കുര്യനെ വരെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഈഴവ സമുദായ ഉടമസ്ഥനായ വെള്ളാപ്പള്ളി നടേശൻ മുതലാളിയെ സന്യാസിമാർ അവഗണിച്ചു. ആശാന തൊഴാത്തവൻ അമ്പട്ടനെ തൊഴും എന്നൊരു പഴമൊഴി ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിലുണ്ട്. വർക്കലയിലുണ്ടോ എന്നറിയില്ല. ശിവഗിരിയിലെ സന്യാസിമാർ അന്യസമുദായ നേതാക്കളെ വിളിച്ചുകൂട്ടി മതമൈത്രിയുടെ മഹത്വം പ്രചരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തുകാർ വഴിതെറ്റിപ്പോയ ആത്മാക്കളെ തിരിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട്ടും കൊല്ലം ജില്ലയിലെ അഞ്ചലിലും കൂടി 30ഓളം അവശ്യ ക്രിസ്ത്യാനികളെ പുണ്യാഹം തെളിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഹിന്ദു പത്രങ്ങൾ ആഹ്ലാദത്തോടെയും അഹിന്ദു പത്രങ്ങൾ ആമർഷത്തോടെയും വാർത്ത മത്തങ്ങയാക്കി. കേരളത്തിലെ ഖർ വാപ്പസിയെ ചൊല്ലി പാർലമെൻറ്റിലും വാദപ്രതിവാദം നടന്നു. ആവേശം മൂർച്ഛിക്കുകയാൽ രക്തസമ്മർദ്ദം അധികരിച്ച് സമ്പത്ത് MP തല കറങ്ങി വീഴുക വരെ ഉണ്ടായി. ചേപ്പാട്ടും അഞ്ചലിലും പെന്തിക്കോസ്തുകാർ ക്രിസ്തുമാർഗം ഉപേക്ഷിച്ചത് മലയാള മനോരമ പത്രാധിപരെ ഖിന്നനാക്കി. മതപരിവർത്തനവും വിവാദവുമല്ല, ദൈവവിളിയും വികസനവുമാണ് വേണ്ടതെന്ന് മുഖപ്രസംഗം എഴുതി. എന്നാൽ ഒരു ജാതി ഒരു മതക്കാർ നടത്തുന്ന കേരള കൗമുദി മറിച്ചാണ് ചിന്തിച്ചത്. ഹിന്ദുമതത്തിൽ നിന്ന് മാറാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തിരികെ മാറാനും തടസ്സമില്ല എന്ന് സിദ്ധാന്തിച്ചു. വീരശ്രീ വെള്ളാപ്പള്ളി നടേശനും അതേ നിലപാട് കൈക്കൊണ്ടു. ഹിന്ദുമതം വിട്ടുപോയവർ തെറ്റുതിരുത്തി തിരിച്ചു വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പ്രഖ്യാപിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. സമുദായം ഏതായാലും കച്ചവടം നഷ്ടമാകാൻ പാടില്ല. സമ്പത്ത് തലതിരിഞ്ഞ് വീണാലോ മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയാലോ VHPക്കാർ പേടിക്കില്ല. അവർ കായംകുളത്ത് 3 കുടുംബങ്ങളിൽ നിന്ന് 11 പേരെ കൂടി സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത്തവണ പെന്തിക്കോസ്തുകാരല്ല, ദീനി വിശ്വാസികളാണ് കാലുമാറിയിട്ടുള്ളത്. ഇത് മതപരിവർത്തനമല്ല, മതപരാവർത്തനമാണെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. VHPക്ക് പിന്തുണയുമായി ശിവസേനയും രംഗത്തെത്തിയിട്ടുണ്ട്. അവരും വലിയ തോതിൽ പരാവർത്തനത്തിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നിർബന്ധിത പരിവർത്തനമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാക്ഷ്യപ്പെടുത്തി. അത്യാവശ്യം ഗോതമ്പോ അമേരിക്കൻ മാവോ കിട്ടാൻ വേണ്ടിയാണ് പണ്ട് പാവങ്ങൾ മതം മാറിയിരുന്നത്. നഷ്ടപ്പെട്ട സംവരണാനുകൂല്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ തിരികെ മാറുന്നത്. സംശയമുള്ളവർ നമ്മുടെ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനോടോ ആലത്തൂർ MP PK ബിജുവിനോടോ ചോദിച്ചാൽ മതി. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഏതാനും കത്തോലിക്ക മെത്രാന്മാർ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. ഒന്നും പേടിക്കണ്ട, ഇപ്പം ശരിയാക്കി തരാം എന്ന് മോഡി സാർ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പറഞ്ഞത് മോഡിയാണ്, ഇനി യാതൊന്നും പേടിക്കാനില്ല. വിശ്വ ഹിന്ദു പരിഷത്തുകാർ മതപരാവർത്തനവുമായി മുന്നേറുമ്പോൾ പൊരുതുന്ന യുവത്വത്തിന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? DYFI മതേതര വിവാഹ ആലോചനകൾക്കായി ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. മതേതര വിവാഹത്തിലൂടെ യുവതലമുറയ്ക്ക് വഴികാട്ടിയ ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ചേർന്നാണ് വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. MP രാജേഷ് ഒഴിച്ച്
ഡിഫിയുടെ പ്രധാന നേതാക്കളൊക്കെ സ്വജാതി വിവാഹം ചെയ്തവരാണ്. ഇനി വരും തലമുറയെ വഴിതെറ്റിക്കാനാണ് അവരുടെ പരിപാടി. ആർഭാട വിവാഹങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയപ്പോൾ നിരാർഭാട വിവാഹം നടത്തി ലീഗ് നേതാക്കൾ മാതൃക കാണിക്കട്ടെ എന്ന് ജമായത്തെ ഇസ്ലാമിക്കാർ പരിഹസിച്ച കാര്യം മാന്യ പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. ഇതാ ആർഭാട വിവാഹങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ജമായത്തുകാരുടെ വഴികാട്ടി. മാധ്യമത്തിൻ്റെ കല്യാണം ദ്വൈമാസിക. 50 ലക്ഷം മുതൽ 1 കോടി വരെ മുടക്കി വിവാഹ മാമാങ്കം നടത്തുന്നവരെ ഉദ്ദേശിച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് വ്യക്തം. സ്വതവേ ആർഭാട പ്രേമികളായ മലബാർ മാപ്പിളമാരെ അത്യാർഭാട പ്രേമികളാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ദോഷം പറയരുതല്ലോ. പ്രധാനപ്പെട്ട സകല ജൗളി വ്യാപാരികളും സ്വർണ്ണക്കടക്കാരും പരസ്യം നൽകിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മഹത്തായ ഈ മാതൃക സുന്നികൾക്കും വഹാബികൾക്കും ഖാദിയാനികൾക്കുമൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. മദ്യനയവും മതം മാറ്റവും എന്ന പോലെ മാവോയിസ്റ്റ് ആക്രമണവും ഈ ആഴ്ച തലപാചകങ്ങൾ പിടിച്ചെടുത്തു. വയനാട്ടിലെ വെള്ളിമുണ്ട ചെക്ക് പോസ്റ്റിലും സൈലന്റ് വാലി ഫോറസ്റ്റ് ഓഫീസിലും പാലക്കാട്ടെ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ സ്റ്റോളിലും ചില ബിരുദന്മാർ കല്ലുവലിച്ചെറിഞ്ഞു. ഇത് മാവോയിസ്റ്റ് ആക്രമണമാണെന്ന് മാധ്യമ സിൻഡിക്കേറ്റുകാർ തറപ്പിച്ചു പറഞ്ഞു. ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിൽ ഛത്തീസ്ഗഡ് ആവർത്തിക്കും എന്ന് താക്കീത് ചെയ്തു. പക്ഷേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അക്രമികൾ സാമൂഹ്യ വിരുദ്ധരോ കൂടിയപക്ഷം മാവോയിസ്റ്റ് അനുഭാവികളോ ആയിരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടു. ചെന്നിത്തലജി പറഞ്ഞത് പരമാർത്ഥമാണ്. കേരളത്തിൽ മാവോ എന്ന് പറയുന്ന ഒരേ ഒരു കൂട്ടർ കാടൻ പൂച്ചകൾ മാത്രമാണ്. CPMൻ്റെ ലോക്കൽ സമ്മേളനങ്ങൾ അടിവച്ച് മുന്നേറുകയാണ്. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് ലോക്കലിൽ വാക്കുതർക്കവും വോട്ടെടുപ്പുമാണ് ഉണ്ടായതെങ്കിൽ ശ്രീമൂലം നഗരത്ത് ചേരി തിരിഞ്ഞ് കയ്യാങ്കളിയും കസേരയടിയും നടന്നു. സമ്മേളനം 3ാം തവണയും തീരുമാനമാകാതെ പിരിഞ്ഞു. പാർട്ടിക്കകത്ത് വിഭാഗീയത ഇല്ല എന്ന് നേതാക്കൾ പറയുന്നത് വെറുതെയല്ല. ഭ്രാന്ത് നിശേഷം മാറി ഉലക്ക കൊണ്ടാണ് കോടകമുടുക്കുന്നത് എന്ന് മാത്രം. VS ഗ്രൂപ്പിനും പിണറായി ഗ്രൂപ്പിനും അതീതനായി ആലപ്പുഴയിൽ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കിയ ധീര സാഹസികനാണ് മഹാകവി G. സുധാകരൻ. ആദ്യകാലത്ത് പ്രാക്കുളം ചെഗുവേരയായിരുന്നു സഖാവിൻ്റെ മുഖ്യശത്രു. ഇപ്പോൾ അത് മാരാരിക്കുളം ഷാവേസാണ് എന്ന് മാത്രം. G. സുധാകരൻ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നു എന്ന വാർത്ത വായിച്ച് സഖാവ് ചൂടായി. നേരെ മാതൃഭൂമിയുടെ ആലപ്പുഴ ഓഫീസിന് മുന്നിൽ ചെന്ന് കുത്തിയിരിപ്പ് സമരം നടത്തി. മാധ്യമ ഗുണ്ടായിസത്തിനെതിരെ ഒരു ഖണ്ഡകാവ്യം കൂടി എഴുതിയാൽ ഒന്നാം തരമാവും. G. സുധാകരനും B. സന്ധ്യയും KP രാമനുണ്ണിയും തഴയപ്പെട്ടു. സുധാകരൻ സഖാബിനെതിരെ അപവാദ പ്രചരണം നടത്തുന്ന മാതൃഭൂമി പത്രത്തിലെ ചീഫ് സബ് എഡിറ്റർ സുഭാഷ് ചന്ദ്രനെയാണ് ഈ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. സഖാവ് വീരേന്ദ്രകുമാറാണ് മാതൃഭൂമിയിൽ നിന്ന് ഇതിനു മുമ്പ് ഈ അവാർഡ് നേടിയ സാഹിത്യകാരൻ. വീരേന്ദ്രൻ സഖാവിന് പക്ഷേ വയലാർ അവാർഡും കിട്ടിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ ഒന്നുകൂടി ആഞ്ഞു പിടിച്ചെഴുതിയാൽ മുതലാളിയുടെ നിലവാരത്തിലെത്താൻ കഴിഞ്ഞേക്കും. വീരേന്ദ്രൻ മുതലാളിയേക്കാൾ പരിശ്രമശാലിയായി മറ്റൊരാളുണ്ടെങ്കിൽ അത് നമ്മുടെ യൂസഫ് അലി മുതലാളിയാണ്. അദ്ദേഹത്തെ ബഹ്റൈൻ രാജാവ് പരമോന്നത സിവിൽ ബഹുമതിയായ വിസാം അൽ ബഹ്റൈൻ നൽകി ആദരിച്ചു. വാർത്ത മാത്രമല്ല, പരസ്യവും പത്രങ്ങളിൽ കാര്യമായി വന്നു. PV അബ്ദുൾ വഹാബിനെ എന്ന പോലെ യൂസഫ് അലി മുതലാളിയെയും മുസ്ലിം ലീഗുകാർ രാജ്യസഭയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നതായി അഭ്യൂഹമുണ്ട്. കാശിന് മീതെ കാക്ക പറക്കില്ല. മലപ്പുറത്തെ ലീഗ് കാക്കമാർ ഒരിക്കലും ഒരു കാരണവശാലും പറക്കുന്ന പ്രശ്നമില്ല. മുതലാളിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഇടപ്പള്ളി ലുലു മാൾ കോമ്പൗണ്ടിൽ 18 നിലയുള്ള മാരിയറ്റ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് നിലവിളക്ക് കൊളുത്താതെ നാടമുറിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും പ്രമുഖ CPI, CPM, BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ അറിയിക്കുന്ന വിപ്ലവ പത്രം മാരിയറ്റിൻ്റെ പരസ്യം 1ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. പാവങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിച്ചു. പഞ്ചനക്ഷത്രം മഹാശ്ചര്യം നമുക്കും കിട്ടണം പരസ്യം എന്ന് മഹാകവി EP ജയരാജൻ പണ്ടേ പാടിയിട്ടുണ്ട്. പാറശാലയിൽ പരിശ്രമശാലിയായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ വിജിലൻസുകാർ പൊടിയിട്ട് പിടികൂടി. പരാതിക്കാരനോട് 5 ലക്ഷം ചോദിച്ചു, 1 ലക്ഷം കൈപ്പറ്റി എന്നാണ് ആരോപണം. നിയമമന്ത്രി 5 കോടി ചോദിച്ച് 1 കോടി അഡ്വാൻസ് വാങ്ങുന്ന ഈ നാട്ടിൽ ഒരു APP വെറും 1 ലക്ഷം വാങ്ങുന്നത് എങ്ങനെ അഴിമതിയാകും എന്നാണ് പാറശാലയിലെയും തിരുവനന്തപുരത്തെയും പ്രബുദ്ധരായ അഭിഭാഷക സുഹൃത്തുക്കൾ ചോദിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത ജില്ലാ ജഡ്ജി പാവം APPക്ക് ജാമ്യം നിഷേധിച്ച് സബ് ജയിലിലേക്ക് അയച്ചു. ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർക്ക് 1-1.5 ലക്ഷം കൈമടക്കിയാൽ കാര്യം സാധിക്കാവുന്നേ ഉള്ളൂ. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്ന് കാലം ചെയ്ത കൃഷ്ണയ്യ സ്വാമി പണ്ട് പറഞ്ഞു വെച്ചത് ഇതുപോലെയുള്ള പ്രോസിക്യൂട്ടർമാർക്ക് 10 പുത്തനുണ്ടാക്കാൻ വേണ്ടിയാണ്. സുഗന്ധം പരത്തുന്ന, സംഗീതം പൊഴിക്കുന്ന ഒരു സർക്കാർ ആശുപത്രി പരിചയപ്പെടുത്തുന്നു. ഡിസംബർ 23-ാം തീയതി മാതൃഭൂമി പത്രത്തിലെ തൻ്റെ പതിവ് കോളത്തിൽ ഡോക്ടർ തോമസ് ഐസക്.
പുനലൂർ നഗരസഭയുടെ പിന്തുണയോടെ ഡോക്ടർ ഷാഹിർ ഷാ എന്നൊരു ഭയങ്കരനാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. വേദനയില്ലാതെ പ്രസവിക്കാനുള്ള സംവിധാനം വരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടത്രേ. സർക്കാർ ആശുപത്രിയുടെ നിലവാരം കൂടിയതുകൊണ്ട് സമീപത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഷട്ടർ ഇടുന്നതായും പറയും. ആരോഗ്യമന്ത്രി ശിവകുമാർ ഈ ലേഖനം മനസ്സിരുത്തി വായിക്കും. ഡോക്ടർ ഷാഹിർ ഷായെ ഉടൻ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിയിലേക്ക് നാടുകടത്തും എന്നാണ് വാരാന്ത്യത്തിൻ്റെ പ്രതീക്ഷ. തമിഴിലെ സത്യജിത് റായ് എന്നറിയപ്പെടുന്ന കെ ബാലചന്ദർ അന്തരിച്ചു. തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലുമായി 100ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ബാലചന്ദറാണ് തമിഴിൽ ന്യൂ വേവ് സിനിമയ്ക്ക് തുടക്കം കുറിച്ചതും കമൽഹാസൻ, രജനീകാന്ത് എന്നിവരെ നായകന്മാരായി അവതരിപ്പിച്ചതും. ബാലചന്ദ്രന് പിന്നാലെ നമ്മുടെ NL ബാലകൃഷ്ണനും അരങ്ങൊഴിഞ്ഞു. നിശ്ചല ഛായാഗ്രാഹകൻ, നടൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ബാലേട്ടൻ. മലയാള സിനിമയിലെ ഒരേ ഒരു ഹെവി വെയ്റ്റ് താരം. ബാലചന്ദ്രൻ്റെയും ബാലകൃഷ്ണൻ്റെയും സ്മരണയ്ക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സമങ്കളം സമാപിച്ചു. സച്ചിൻ ടെണ്ടുൽക്കറുടെ കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റ് ചെയ്ത് സൗരവ് ഗാംഗുലിയുടെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ചാമ്പ്യന്മാരായി. ഇഞ്ചുറി ടൈമിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആപ്പീസ് പൂട്ടിച്ച ഏക ഗോൾ വീണത്. മലയാള പത്രങ്ങളൊക്കെ കേരള ടീമിൻ്റെ വീരചരമം ഒന്നാം പേജിൽ ആഘോഷിച്ചു. സ്പോർട്സ് പേജിലും ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞു നിന്നു. സങ്കടം സഹിക്കവയ്യാതെ മലയാള മനോരമ അന്നക്കന്ന് മുഖപ്രസംഗം പോലും പാസാക്കി. മലയാളക്കരയിൽ ഒരു ഉത്തമ കായിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ മനോരമയോളം അധ്വാനം മറ്റാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നാഷണൽ ഗെയിംസ് വിജയിപ്പിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം കേരള സർക്കാർ കണ്ടത്തിൽക്കാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ജനുവരി 20-ാം തീയതി നടക്കാൻ പോകുന്ന റൺ കേരള റണ്ണിൻ്റെ പരസ്യം മനോരമയിൽ മാത്രമല്ല മാതൃഭൂമിയിലും കേരള കൗമുദിയിലും മംഗളത്തിലും മാധ്യമത്തിലും ദേശാഭിമാനിയിലും വരെ പ്രസിദ്ധീകരിച്ചു. 20-ാം തീയതി ഈ പരസ്യം പ്രസിദ്ധീകരിച്ച ശേഷം 21-ാം തീയതി കേരള കൗമുദി യാതൊരു ഉളുപ്പും കൂടാതെ ഒന്നാം പേജിൽ സ്തോഭജനകമായ ഒരു വാർത്ത ഒന്നാമത്തെ തലവാചകവും മത്തങ്ങയുമാക്കി. റൺ കേരള റൺ നടത്താൻ 10 കോടി രൂപ സർക്കാർ ഒരു പത്രസ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നു. പത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മലയാളത്തിൻ്റെ സുപ്രഭാതത്തെയാണ് ഉദ്ദേശിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായി. മനോരമയുടെ ബാലജന ശല്യത്തിൽ കൂടി വളർന്നു വന്നവരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായിക മന്ത്രി തിരുവഞ്ചൂരും സാംസ്കാരിക മന്ത്രി KC ജോസഫും. ഉമ്മൻ സർക്കാർ നാട് ഭരിക്കുമ്പോൾ മനോരമയ്ക്ക് 10 കോടിയല്ല 100 കോടി കൊടുത്തെന്ന് വരും. കേരള കൗമുദി അത് കണ്ടു കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും വോട്ടെണ്ണി. ജാർഖണ്ഡിൽ BJPയും സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും കൂടി കേവല ഭൂരിപക്ഷം നേടി. ജമ്മു കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഒന്നാമത് എത്തിയെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ പരിസരത്തെങ്ങും എത്താൻ കഴിഞ്ഞില്ല. ഭാരതീയ ജനതാ പാർട്ടി തൊട്ടു പിന്നിലെത്തി. ഭരണകക്ഷികളായിരുന്ന നാഷണൽ കോൺഫറൻസും നാഷണൽ കോൺഗ്രസും 3ഉം 4ഉം സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തരായി. ജാർഖണ്ഡിൽ BJP ജമ്മു കാശ്മീരിൽ തൂക്ക് സഭ എന്നാണ് ഒട്ടുമിക്ക പത്രങ്ങളും തലക്കെട്ടെഴുതിയത്. BJPയുടെ തേരോട്ടം തുടരുന്നു എന്ന് ജന്മഭൂമി അവകാശപ്പെട്ടു. മോഡി തരംഗം കെട്ടടങ്ങി എന്ന് ദേശാഭിമാനി തിരിച്ചടിച്ചു. ജമ്മു മേഖലയിലാണ് BJP നേട്ടമുണ്ടാക്കിയത്. കാശ്മീർ താഴ്വരയിൽ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഒരാളൊഴികെ എല്ലാവരും ജാമ്യസംഖ്യ നഷ്ടപ്പെടുത്തിയെന്ന് മുസ്ലിം പത്രങ്ങൾ സമാധാനിച്ചു. ഹിന ഭട്ട് എന്നൊരു മൊഞ്ചത്തിയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. മൊഞ്ചും സീനത്തും നോക്കിയല്ല കാശ്മീരികൾ വോട്ട് കുത്തുന്നതെന്ന് നരേന്ദ്രമോദി ഇനിയെങ്കിലും തിരിച്ചറിയണം. അതേസമയം സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി കുൽഗാമിൽ വീണ്ടും ചെങ്കൊടി പറിച്ചു. ഇത് 4ാം തവണയാണ് തരിഗാമി വിഘടനവാദികളെയും വിഭജനവാദികളെയും തരിപ്പണമാക്കുന്നത്. കാശ്മീർ താഴ്വരയിൽ BJPക്കുണ്ടായ പരാജയത്തെയും തരിഗാമിയുടെ തകർപ്പൻ വിജയത്തെയും കുറിച്ച് ദേശാഭിമാനി നല്ലൊരു മുഖപ്രസംഗം പാസാക്കി. എന്നാൽ ജമായത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമത്തിന് ഒട്ടും ആഹ്ലാദിക്കാൻ കഴിഞ്ഞില്ല. PDPയെ കൂട്ടി BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പത്രാധിപർ ഭയപ്പെട്ടു. സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വവാദികൾ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ രാജ്യസഭയിലും ഭരണമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും. ഭരണഘടനാ ഭേദഗതികൾ ഇനി അധികം ദൂരെയല്ല എന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. ഏതായാലും മാധ്യമം ആശങ്കിച്ച രീതിയിലാണ് കാശ്മീരിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്ത് വില കൊടുത്തും ഭരണം പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. PDPയെ കൂട്ടുപിടിച്ചാണെങ്കിൽ അങ്ങനെ, നാഷണൽ കോൺഫറൻസിനെ കൂട്ടിയാണെങ്കിൽ അങ്ങനെ. സജ്ജാദ് ലോണിനെ മുഖ്യമന്ത്രിയാക്കാൻ വരെ വിരോധമില്ല. ഭരണം വിട്ട് കളിയില്ല. ശ്രീനഗറിൽ കാവിക്കുടി പാറിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. ജാർഖണ്ഡിൽ BJP മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിച്ച അർജുൻ മുണ്ടയെ പ്രബുദ്ധരായ വോട്ടർമാർ തോൽപ്പിച്ച് തട്ടിൻ പുറത്തു കയറ്റി. മുതിർന്ന നേതാവും ഉപമുഖ്യനുമായ രഘുബർ ദാസാണ് ജാർഖണ്ഡിൻ്റെ പുതിയ ഭാഗ്യവിധാതാവ്. ആദിവാസികൾക്ക് പ്രാമുഖ്യമുള്ള ജാർഖണ്ഡിലെ ആദ്യ അനാദിവാസി മുഖ്യനാണ് രഘുബർജി. കഴിഞ്ഞ 13 കൊല്ലം
മറണ്ടിയും മുണ്ടയും കോടയും സോറനും മാറി മാറി ഭരിച്ചിട്ടും പാവം ആദിവാസികൾക്ക് 5 കാശിൻ്റെ ഗുണമുണ്ടായില്ല. ഇനി ആദിവാസി അല്ലാത്ത മുഖ്യമന്ത്രി ഭരിച്ചാൽ എന്തുണ്ടാവുമെന്ന് കണ്ടറിയാം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ആസാമിലെ ബോഡോ പോരാളികൾ പ്രവർത്തനം ഊർജിതമാക്കി. മുസ്ലിങ്ങളല്ല, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആദിവാസികളാണ് ഇത്തവണ തുപ്പാക്കിക്ക് ഇരയായത് എന്നേ ഉള്ളൂ വ്യത്യാസം. ഉഗ്രവാദികളെ അടിച്ചമർത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും സൈന്യത്തെ അയക്കുമെന്ന് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്രങ്ങൾ എഡിറ്റോറിയലും എഴുതുന്നുണ്ട്. അവരെ കൊണ്ട് ഇത്രയേ സാധിക്കുകയുള്ളൂ, പാവങ്ങൾ. പാകിസ്ഥാനിലെ കാര്യങ്ങൾ പണ്ടത്തേതിൻ്റെ 12ആയി. പെഷവറിലെ ആർമി സ്കൂളിൽ താലിബാൻ പോരാളികൾ കടന്നു കയറി 130ഓളം കുട്ടികളെ നിരത്തി നിർത്തി വെടിവെച്ചു. പ്രധാന അധ്യാപികയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഒടുവിൽ സ്വയം പൊട്ടിത്തെറിച്ച് വീരസ്വർഗത്തിന് അർഹത നേടി. ഉഗ്രവാദികളെ അപലപിച്ചുകൊണ്ട് മലയാള മനോരമയും മാതൃഭൂമിയും അന്നക്കന്ന് എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. ഒരു ദിവസം വൈകിട്ടാണെങ്കിലും മാധ്യമവും മുഖപ്രസംഗം എഴുതാൻ മഹാമനസ്കത പ്രകടിപ്പിച്ചു. പെഷവറിലെ കൂട്ടക്കുരുതിയെ തുടർന്ന് പാകിസ്ഥാനിലെമ്പാടും ദുഃഖവും രോഷവും അണപൊട്ടി. കഴിഞ്ഞ മാസം മലാല വിരുദ്ധ ദിനം ആചരിച്ച സ്കൂളുകൾ പോലും ദുഃഖാചരണത്തിൽ പങ്കുചേർന്നു. ഉഗ്രവാദികളെ പാഠം പഠിപ്പിക്കുമെന്ന് നവാസ് ഷെരീഫ് പടച്ചോനെയും ബദരീങ്ങളെയും പിടിച്ച് പ്രതിജ്ഞയെടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല, മരണശിക്ഷ പുനഃസ്ഥാപിച്ചു. വിചാരണ കോടതി തൂക്കാൻ വിധിച്ച പഹയന്മാരെ മുൻപിൻ നോക്കാതെ കഴുമരത്തിൽ കയറ്റാനും തുടങ്ങി. പാകിസ്ഥാനിലെ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരാരും ഇതുവരെ പ്രതികരിച്ചു കേട്ടില്ല. സക്കരയെയും BRP ഭാസ്കർ കൂടി ഉടൻ ഇസ്ലാമാബാദിലേക്ക് പോകും എന്നാണ് വാരാന്ത്യത്തിൻ്റെ പ്രതീക്ഷ. 2014 ആണ്ട് വിട പറയുകയാണ്. വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ മാൻ ഓഫ് ദി ഇയറിനെയും വുമൺ ഓഫ് ദി ഇയറിനെയും ന്യൂസ് മേക്കറെയും തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. നരേന്ദ്രമോദിയെ ടൈം മാഗസിൻ്റെ മാൻ ഓഫ് ദി ഇയർ ആക്കാൻ BJPക്കാർ നടത്തിയ ശ്രമം വിജയിച്ചില്ല. ഗ്യാലപ്പ് പോളിൽ മോഡി സാറിന് വോട്ട് കൂടുതൽ കിട്ടിയെങ്കിലും ജൂറിക്ക് ടിയാനെ ബോധിച്ചില്ല. എബോള വിപത്തിനെതിരെ പൊരുതുന്നവരാണ് ടൈമിൻ്റെ ആദരം പിടിച്ചു പറ്റിയിട്ടുള്ളത്. ടൈമിനോളം വരില്ലെങ്കിലും മനോരമ ന്യൂസ് ചാനൽ ന്യൂസ് മേക്കറെ തിരയുകയാണ്. VM സുധീറിനെ ആദ്യഘട്ടത്തിൽ തന്നെ തഴഞ്ഞുകൊണ്ട് മനോരമക്കാർ അവരുടെ തറവാട്ട് പാരമ്പര്യം തെളിയിച്ചു. അതേസമയം മനോരമക്കാർ കൈയൊഴിഞ്ഞ സുധീറിനെ ജനനായകനാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ തിരിച്ചടിച്ചു. പ്രിയങ്ക ഗാന്ധിയെയല്ല, തെലങ്കാനയിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രുക്മിണി റാവുവിനെയാണ് തമ്പിച്ചായൻ്റെ വീക്ക് വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടെത്തൽക്കാരുടെ ഓരോ തമാശകൾ എന്നല്ലാതെ എന്ത് പറയാനാണ്. വർഷാന്ത്യം പ്രമാണിച്ച് വാരാന്ത്യം പതിവ് പോലെ ക്ലൗൺ ഓഫ് ദി ഇയറിനെ തിരഞ്ഞെടുക്കും. പരിഗണനയിലുള്ള പ്രമാണിമാർ ഇനി പറയുന്നവരാണ്. രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്ത് എത്തിയതോടെ നായന്മാരുടെ സകല പ്രശ്നങ്ങളും തീർന്നു എന്ന് വിശ്വസിക്കുന്ന സമുദായ ഉടമസ്ഥൻ G. സുകുമാരൻ നായർ. പർദ്ദ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും പറ്റിയ വസ്ത്രമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരെ നോട്ടീസ് അയച്ച് വിചാരണ ചെയ്യുന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വീരാൻകുട്ടി. കോപ്പിയടിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമാക്കാൻ ഗവർണർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അഹിംസ പാർട്ടി വക്താവ് മഹാത്മാ ഹസൻ. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു തോറ്റപ്പോൾ നിയമസഭാംഗത്വം ത്യജിക്കാൻ ഒരുങ്ങുകയും എഴുതിയ രാജി വിഴുങ്ങുകയും ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രാക്കുളം ചെഗുവേര. സ്വാശ്രയ മുതലാളിക്ക് പേയ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നൽകിയതിന് CPI നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്ന് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയ സഖാവ് CD. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ www.indiavisiontv.com അറിയിക്കുക. വിലക്കയറ്റവും പണപ്പെരുപ്പവും മതപരാവർത്തനവും ഭീകരാക്രമണവും ഇല്ലാത്ത പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ക്ലൗൺ ഓഫ് ദി ഇയർ പ്രഖ്യാപനവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.